ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്മസ് മിനി വ്ലോഗ് 2. അപ്പം നമുക്കിന്ന് ക്രിസ്മസ് വ്രത്ത് ഉണ്ടാക്കാം. ഈ ഒരു സർക്കിള് ഞാൻ നമ്മുടെ കേക്കിൻ്റെ അടിയിലുള്ളതിനകത്ത് സെൻറ്ററിൽ നിന്ന് ഒരു സർക്കിൾ വെട്ടിയെടുത്താണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ടേപ്പ് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇത് ചുറ്റിയെടുക്കാം. ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണേ. കണ്ടോ, ഇത് ചുറ്റിയെടുക്കുന്നത് ഇങ്ങനെയാണ്. ആർക്കെങ്കിലും അറിയാതുണ്ടെങ്കിലോ, ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ഇപ്പം ഞാൻ ആദ്യത്തേത് മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് കുറച്ച് സ്പീഡായിട്ടാണ് ബാക്കിയുള്ളത് കാണിക്കുന്നത്. കാരണം വീഡിയോയുടെ ലെന്ത് കൂടിയല്ല, നിങ്ങൾക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് ചിലപ്പം ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് ഇതിട്ടിട്ടുള്ളത്. അപ്പം ഇത് ഇപ്പോൾ തന്നെ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് മാത്രമായിട്ടൊരു മെറി ക്രിസ്മസ് മാത്രമായിട്ട് വെച്ചാലും ഒരു കുഴപ്പമില്ല, അത്രയ്ക്ക് രസമാണ് കാണാൻ. കണ്ടോ, ഫുള്ള് ചുറ്റിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. ഇനി നമുക്കിതിനകത്ത് ഓരോന്ന് തൂക്കിയിടുകയൊക്കെ ചെയ്യണം. അതിനായിട്ട് ഞാൻ പച്ച കളറ് വൂളൻ ത്രെഡും പിന്നെ നമ്മുടെ മെറി ക്രിസ്മസ് എന്ന് എഴുതി ആ ഒരു ഹാങ്ങിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് ആണ്, പക്ഷെ നമുക്കിതിന് ഉപയോഗിക്കാം. അതോ ഇതിന് വേണ്ടിയിട്ട് തരുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് നൂല് കെട്ടാം. ഈ നൂല് കെട്ടാതെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഞാൻ നൂല് കെട്ടിയിട്ടിട്ട് അത് ആ ഒരു പ്ലേസിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ അത് ശരിയാവത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ടിത് തൂക്കിയിടണം. തൂക്കിയിട്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൂടെ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഈ സാന്റാക്ലോസിൻ്റെ ഇത്, പിന്നെ ഗിഫ്റ്റ് ബോക്സ്, അങ്ങനത്തുള്ള പലതും. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ സാന്റാക്ലോസിനെയും ഗിഫ്റ്റ് ബോക്സും ഒരു ബെല്ലും ഒരു റിബണും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കണേ.